എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു പ്രസ്താവന നടത്തി. ഈ ബി.ജെ.പി പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. അതിലൊരു കാളയെ ഉപയോഗിച്ചുകൊണ്ട് കാളയുമായിട്ടാണ് പ്രതിഷേധം നടത്തിയത്. ഈ കാളയെ പാർട്ടി ഓഫീസിൻ്റെ അവിടെ കൊണ്ട് കെട്ടിയേക്കണം. അത് ഈ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്താൻ വേണ്ടി ഉപയോഗിക്കാമെന്ന്. എൻ്റെ സതീശ, നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു മാനസിക നില മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ക്ഷമിക്കുക എന്നുള്ളതേ ഉള്ളൂ നിവൃത്തി. വലിയ അടുത്ത മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ച് അലക്കി തേച്ച് പെട്ടി വെച്ച് കൊണ്ടു നടക്കുന്ന നിങ്ങൾക്ക് വളരെ ഒരു ആഘാതമായി പോയി ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു കേസ് എന്നത് യാഥാർത്ഥ്യമാണ്. അത് ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളുക. അല്ലാതെ ആ കാര്യം ഓർത്ത് നിങ്ങളിങ്ങനെ ഭ്രാന്ത് പിടിച്ച് പലതും വിളിച്ച് പറയരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിക്കൊണ്ട് വന്നത് തന്നെ നിങ്ങളല്ലേ. നിങ്ങളുടെ പാർട്ടിയിലെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള പലരെയും വെട്ടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നു. സീനിയർ നേതാക്കന്മാരെ മൊത്തം ഇയാളെ മുന്നിൽ നിർത്തി നിങ്ങൾ ഒതുക്കാൻ ശ്രമിച്ചു. KPCC പ്രസിഡൻ്റാകട്ടെ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാകട്ടെ, ഇവരെ എല്ലാം ഒതുക്കി നിങ്ങൾ മുഖ്യമന്ത്രിയാകാൻ തയ്യാറായി ഇരുന്നപ്പോൾ നിങ്ങളുടെ മാനസപുത്രൻ എൻ്റെ പേരിൽ ഇങ്ങനൊരു വിഷയം വന്നു. അത് നിങ്ങൾക്ക് ഒരു കനത്ത ആഘാതമായി പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കും എന്ന് കരുതിയപ്പോൾ രാഷ്ട്രീയമാണ്, ഇതേപോലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അത് ന്യായമായിട്ടുള്ള കാര്യത്തിലുള്ള പ്രതിഷേധമാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് തന്നെ തിരിച്ച് ഉള്ള പണി കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏതൊരു കാര്യത്തിനും ഒരു പ്രകൃതിയുടെ നിയമമാണ് അത്. അനാവശ്യമായിട്ടുള്ള പ്രവൃത്തിക്ക് തിരിച്ചടി അപ്പോൾ തന്നെ കിട്ടുമെന്നുള്ളതിന് ഉദാഹരണമാണ് നിങ്ങൾക്കും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചീത്ത പറയാത്ത ഏത് രാഷ്ട്രീയ നേതാവുണ്ട് ഈ ഇന്ത്യയിൽ? എത്ര മോശമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് പ്രത്യേകിച്ച് BJP നേതാക്കളെ, പ്രധാനമന്ത്രിയെ വരെ അടച്ചാക്ഷേപിച്ചിരുന്നത്. അത് നിങ്ങളുടെയും കൂടെ ഒത്താശയോടുകൂടി നിങ്ങളുകൂടി ചെയ്യിച്ചതല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച അയാളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിച്ചു. ഇനി നിങ്ങളുടെയൊക്കെ ഇതേപോലുള്ള ഇപ്പോൾ കോഴിത്തരത്തിൻ്റെ കഥ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇല്ല എന്ന് പറയാൻ നോക്കൂ. നിങ്ങൾ ഏതാണ്ട് മോശക്കാരനായിരുന്നു. നിങ്ങളുടെ ആ സംസാരവും നിങ്ങളുടെ ആ സംസാര ശൈലിയും നിങ്ങളുടെ ആ ശരീരഭാഷയും ഒക്കെ കാണുമ്പോൾ തന്നെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ആൾ ശരിയല്ല എന്നുള്ള കാര്യം. നിങ്ങളുടെ വീട്ടിലേക്കാണ് ഈ കാളയും പോത്തിനെയും ഒക്കെ കൊണ്ട് പ്രകടനം നടത്താൻ ഏറ്റവും യോഗ്യൻ എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. അല്ലാതെ BJP സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്കല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മോശമാണോ ഈ വ്യാജ പ്രസ്താവനകൾ നടത്താനും അധിക്ഷേപങ്ങൾ നടത്താനും ഒക്കെ BJP നേതാക്കളെയും RSS നേതാക്കളെയും പ്രധാനമന്ത്രി ഉൾപ്പെടെ നിങ്ങൾ എത്ര മോശമായിട്ടാണ് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കൂട്ട് ഒരു ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആളും മറ്റാരുണ്ട് ഈ കേരളത്തിൽ? CPM ഉണ്ടെന്നുള്ള CPM നേതാക്കളെ വിസ്മരിച്ചുകൊണ്ടല്ലേ പറയുന്നത്. ഈ SDPI ഉൾപ്പെടെയുള്ള ജമാഅത്ത് ഉൾപ്പെടെയുള്ള ഈ ദേശദ്രോഹികളെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഇതിലും വലിയത് സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലും വലിയത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത്രമാത്രം ദുഷ്പ്രവർത്തികളാണ് നിങ്ങൾ ഈ രാജ്യത്തോട് ഈ ഒരു സ്ഥാനം വഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയുമോ, പ്രത്യേകിച്ച് ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയായ ഹിന്ദു സമൂഹത്തിന് എത്രമാത്രം ദ്രോഹം ചെയ്യാൻ കഴിയുമോ അത്രമാത്രം ദ്രോഹങ്ങളല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ മുനമ്പത്ത് തന്നെ ആലോചിച്ച് നോക്കുക, കുറേ പാവപ്പെട്ട മനുഷ്യർ, അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർ, അവരുടെ ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥ, കിടപ്പാട് അവരുടെ ജീവിതത്തിൽ അവരെ സ്വരുക്കൂട്ടിയ ധനം ഉപയോഗിച്ച് നിർമ്മിച്ച വീട് ഉൾപ്പെടെ നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥ വന്ന സമയത്ത് നിങ്ങൾ എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്? അവർക്കെതിരായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്? അവരെ സഹായിക്കാൻ നിങ്ങൾ ശ്രമിച്ചു. ഇതേപോലുള്ള ദുഷ്പ്രവർത്തികൾ നിങ്ങൾ ചെയ്തതിനുള്ള ഫലം നിങ്ങൾ അധികം താമസിക്കാതെ തന്നെ അനുഭവിക്കും. അതൊക്കെ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്വപ്നം കാണുന്ന മുഖ്യമന്ത്രി പദം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് നിന്നുണ്ടാകുന്ന ആ ഒരു സമനില തെറ്റിയ അവസ്ഥ നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇതേപോലുള്ള ജൽപ്പനങ്ങളിലേക്കാണ്. അതുകൊണ്ട് അവസാനമായി ഒരിക്കൽ കൂടി സതീശനെ ഓർമ്മിപ്പിക്കുകയാണ്, വടശ്ശേരി ദാമോദരൻ BJPയുടെ സംസ്ഥാന ഓഫീസിൽ അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലോ അല്ല താമസിക്കുന്നത്. നിങ്ങൾക്ക് കാളയുമായിട്ട് പ്രകടനം നടത്താൻ അദ്ദേഹം എവിടെയാണ്, വടശ്ശേരി ദാമോദരൻ എവിടെയാണോ ജീവിച്ചിരുന്നത് അവിടേക്ക് നിങ്ങൾ കാളയുമായിട്ട് നിങ്ങളുടെ വകയായിട്ട് ഒരു പ്രകടനം നടത്തുക. അല്ലാതെ മറ്റുള്ളിടത്തേക്ക് ഒരു ഇതേപോലെ പ്രകടനം നടത്തിയിട്ട് ഒരു പ്രയോജനം ഇല്ല എന്നുള്ള കാര്യം VD സതീശൻ മനസ്സിലാക്കുക. നിങ്ങളാണ് ഇതേപോലൊരു പ്രകടനം നിങ്ങളുടെ വീട്ടിലേക്കാണ് ഇത്തരം ഒരു പ്രകടനം നടത്താൻ ഏറ്റവും യോജിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇനിയും ഇതേപോലുള്ള പ്രകടനങ്ങൾ വരും. നിങ്ങൾ അതിന് മറുപ്രകടനം നടത്തുകയാണെങ്കിൽ വടശ്ശേരി ദാമോദരൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ കാളയുമായിട്ടോ പോത്തുമായിട്ടോ വിത്തുകാളയുമായിട്ടോ പ്രകടനം നടത്തുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.